നമ്മൾ എൻജിൻ റൂമിലെ ഒരു ടൂറാണ് ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് ഗോ ഫോർ ദ വീഡിയോ. നമ്മൾ ഷിപ്പിൻ്റെ എൻജിൻ റൂമിലേക്ക് എൻ്റർ ചെയ്യുവാണ്. പുറത്ത് തന്നെ നമ്മൾ കാണാം സേഫ്റ്റി ഗിയേഴ്സ് എല്ലാം യൂസ് ചെയ്യണം. CO2 പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഷിപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും സേഫായിട്ടിരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കാണുന്നതാണ് ഇൻസിനറേറ്റർ, നമ്മുടെ ഷിപ്പിലെ വേസ്റ്റ് ഓയിലൊക്കെ ബേൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീനറി. അതിന് തൊട്ട് ചേർന്ന് കാണുന്നത് ബോയിലർ, നമ്മുടെ ഷിപ്പിന് ആവശ്യമായ സ്റ്റീം എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോയിലർ വെച്ചാണ്. നമ്മുടെ ഷിപ്പിൽ യൂസ് ചെയ്യുന്നൊരു 7 ബാറിൻ്റെ ബോയിലറാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിതിന് താഴേക്ക് ഇറങ്ങി പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷിപ്പിൽ വർക്ക് ചെയ്യുമ്പം സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഷിപ്പിൽ ഇങ്ങനെ സ്റ്റെയറൊക്കെ ഇറങ്ങുമ്പോൾ സ്ലിപ്പായി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സോ ഒന്നുമില്ല ഷിപ്പിൽ. സോ എപ്പോഴും സേഫ്റ്റി ഫസ്റ്റ്. ഇപ്പോൾ കാണുന്നതാണ് നമ്മുടെ ഷിപ്പിലെ ജനറേറ്റർ. എൻ്റെ ഷിപ്പിൽ 1200 കിലോവാട്ടിൻ്റെ 3 ജനറേറ്റർ സെറ്റാണുള്ളത്. നമ്മുടെ ഷിപ്പിന് വേണ്ട ഇലക്ട്രിക്കൽ പവർ എല്ലാം ജനറേറ്റ് ചെയ്യുന്ന ഈ 3 ജനറേറ്റർ സെറ്റ് വെച്ചാണ് നമ്മുടെ ഒരു MAN BMW 8 സിലിണ്ടർ 1200 കിലോവാട്ട് 900 RPM എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു റണ്ണിങ് ജനറേറ്ററാണ്. അതിൻ്റെ ഇൻഡിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ ഗേജസും. ഇതാണ് നമ്മുടെ ഷിപ്പിലെ മെയിൻ എഞ്ചിൻ. നമ്മുടെ ഷിപ്പിലെ പ്രൊപ്പൽഷന് വേണ്ടിയുള്ള പവർ മൊത്തം കൊടുക്കുന്നത് ഈ മെയിൻ എഞ്ചിൻ വെച്ചാണ്. എൻ്റെ ഷിപ്പിലുള്ളത് ഒരു 6 സിലിണ്ടർ MAN BMW ME എഞ്ചിനാണ്. അതൊരു 8864 കിലോവാട്ട് പവർ ജനറേറ്റ് ചെയ്യാൻ കരുത്തുള്ള എഞ്ചിനാണ്. ഇതിൽ നമ്മൾ 2 ഫ്യൂൽ യൂസ് ചെയ്യും. ഒന്ന് ഹെവി ഫ്യൂൽ ഓയിൽ, പിന്നെ ഡീസൽ ഓയിൽ. നമ്മൾ ഷിപ്പിൻ്റെ ECRലേക്ക് എൻ്റർ ചെയ്യുവാണ്. ECR അല്ലെങ്കിൽ എൻജിൻ കൺട്രോൾ റൂം എന്നൊക്കെ പറയും. ഇവിടെ നിന്നാണ് നമ്മുടെ ഷിപ്പിൻ്റെ മെയിൻ എൻജിൻ, ജനറേറ്റർ, അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന, മോണിറ്റർ ചെയ്യുന്നതെല്ലാം നമ്മുടെ തേർഡ് എഞ്ചിനീയറാണ്. പുള്ളി ചായ കുടിക്കാനുള്ള ഒരു പരിപാടിയാക്കണം. നമ്മുടെ ECR AC ഇത് ഇവിടുത്തെ എക്യുപ്മെൻറ്റ്സിന് വേണ്ടി വെച്ചേക്കുന്നതാണെങ്കിലും നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് വരുന്ന ഇതിനകത്തുനിന്ന് കയറുമ്പോൾ നമുക്കൊരാശ്വാസമാണ്. ഈ കാണുന്നത് മെയിൻ സ്വിച്ച് ബോർഡ്. ഷിപ്പിലെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിനെല്ലാം പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ മെയിൻ സ്വിച്ച് ബോർഡിൽ നിന്നാണ്. നടുക്ക് കാണുന്ന 3 ലൈറ്റ് പോലെ കാണുന്നതാണ് ജനറേറ്ററിൻ്റെ പാനലുകൾ. നമ്പർ 1, നമ്പർ 2, അത് കഴിഞ്ഞൊരു സിങ്കണൈസിങ് പാനൽ, പിന്നെ നമ്പർ 3. ഇത് എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സ്. നമ്മുടെ ജനറേറ്ററും ബസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത് എയർ സർക്യൂട്ട് ബ്രേക്കർ വെച്ചാണ്. ഇതെല്ലാം ഓരോ ബ്രേക്കറുകളാണ് ഓരോ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിലേക്ക് പോകുന്നത്. ഇതെല്ലാം പമ്പിൻ്റെ കൺട്രോൾസ്. നമ്മുടെ ഇഷ്ടംപോലെ പമ്പുകളുണ്ട്. ലൂബ് ഓയിൽ പമ്പ്, ബെല്ലാസ് പമ്പ്, ഫയർ പമ്പ്, അങ്ങനെ പറഞ്ഞ് അതിൻ്റെ എല്ലാം കൺട്രോളുകൾ ഇവിടെ നിന്നാണ് പോകുന്നത്. നമ്മുടെ എൻജിൻ കൺട്രോൾ കൺസോളാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എല്ലാ മെഷീനറീസിൻ്റെയും പാരാമീറ്റേഴ്സ് എല്ലാം റിമോട്ടായിട്ട് തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ക്യാമറയൊക്കെ കാണാം മുകളിൽ. ക്യാമറയൊക്കെ വർക്കിംഗ് ആണ്. നമ്മുടെ മെയിൻ എൻജിൻ്റെ സ്പീഡ് കൺട്രോള്, ടെലിഗ്രാഫ് ലിവർ എന്ന് പറയും. നമ്മുടെ കാറിൻ്റെയൊക്കെ ആക്സിലേറ്റർ പോലെ അതിൽ കുറേ മാർക്കിങ് കാണാം. ഡെഡ് സ്ലോ, സ്ലോ, ഫുള്ള്, ഹാഫ്, എല്ലാ സ്പീഡിൻ്റെ മാർക്കിങ്ങുകളാണ്. സമയം 10:30 മോർണിംഗ്. ഇതെല്ലാം ഓരോ പാരാമീറ്റേഴ്സ് ഓരോ മെഷീനറിയുടെയും ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഷിപ്പിന് ഇലക്ട്രോണിക് എഞ്ചിനാണുള്ളത്. അതിൻ്റെ പാനലാണ് ഈ കാണുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ECRൽ മെയിനായിട്ടുള്ളത്. പിന്നെ ഒരുപാട് പാനലുകളുണ്ട്. ചുമ്മാ എല്ലാത്തിൻ്റെയും പേര് പറഞ്ഞ് ബോറടിപ്പിക്കണ്ടല്ലോ. ECR കഴിഞ്ഞ് നമുക്ക് നേരെ സ്റ്റിയറിംഗ് ഗിയർ റൂമിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഷിപ്പിൻ്റെ സ്റ്റിയറിംഗ് ഗിയർ റൂം. നമ്മുടെ കാറിൻ്റെ സ്റ്റിയറിംഗ് പോലെ തന്നെ ഷിപ്പിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്റ്റിയറിംഗ്. ഇത് ഹൈഡ്രോളിക് ഓപ്പറേറ്റഡ് സ്റ്റിയറിംഗ് ഗിയർ ആണ് ഷിപ്പിന് വരുന്നത്. അതിനായിട്ട് നമുക്ക് 2 ഹൈഡ്രോളിക് പമ്പുകളാണുള്ളത്. ഇത് രണ്ടും ഒരുമിച്ചും വർക്ക് ചെയ്യാം, ഇല്ല ഒരെണ്ണമായിട്ടും വർക്ക് ചെയ്യാം. ഈ സ്റ്റീൽ പോലെ കാണുന്നതാണ് അതിൻ്റെ ഹൈഡ്രോളിക് റാം. ഇതിൽ കിടന്ന് ഈ റഡർ സ്ട്രോക്ക് ഇടത്തോട്ടും വലത്തോട്ടും മൂവ് ചെയ്യും. അതിന് കണക്ട് ചെയ്തിട്ട് താഴെ പ്രൊപ്പലറിന് മുമ്പിൽ ഒരു റഡർ എന്ന് പറഞ്ഞൊരു പ്ലേറ്റ് പോലത്തെ പോർഷൻ ഉണ്ട്. അത് മൂവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഷിപ്പിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നത്. എൻ്റെ ഷിപ്പിൽ 100 ഇഞ്ചിൻ്റെ ഹൈഡ്രോളിക് പവർ പാക്കും വരുന്ന സ്റ്റിയറിംഗ് റൂമിൽ തന്നെയാണ്. ഈ കാണുന്നതാണ് ഹൈഡ്രോളിക് പവർ പാക്ക്. നമ്മൾ ഷിപ്പ് പോർട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പം ഷിപ്പ് ഫ്രണ്ടിലേക്കും പുറകോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ വലിയ കയറ് വെച്ച് ഷിപ്പിനെ ജെട്ടിയായിട്ട് കണക്ട് ചെയ്ത് നിർത്തും. അപ്പം അതിൻ്റെ വിഞ്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഹൈഡ്രോളിക് പവർ പാക്കാണിത്. നമുക്കിനി എഞ്ചിൻ റൂമിലെ ബാക്കി മെഷീനറീസ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം.
ഈ കാണുന്നതെല്ലാം എയർ കംപ്രസറുകളാണ്. SCR എന്ന് പറഞ്ഞ ഡിവൈസ് നമ്മുടെ ഷിപ്പിലുണ്ട്. അതിന് വേണ്ടിയുള്ള എയർ കംപ്രസറുകളാണ്. ഈ കാണുന്നതാണ് സ്റ്റീൽ പോലെ കാണുന്നത് നമ്മുടെ മെയിൻ എഞ്ചിൻ്റെ എക്സോസ്റ്റ് മാനിഫോൾഡ്. നമ്മുടെ മെയിൻ എഞ്ചിൻ്റെ ഫയറിംഗ് എല്ലാം നടന്നിട്ടുള്ള സ്മോക്കെല്ലാം ആദ്യം വരുന്നത് എക്സോസ്റ്റ് മാനിഫോൾഡിലേക്കാണ്. നമ്മുടെ ഷിപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഒരു സ്പെഷ്യൽ ഡിവൈസാണിത്. SCR എന്ന് പറയും. നമ്മുടെ നോയ്സ് റിഡക്ഷന് വേണ്ടിയുള്ള ഒരു ഡിവൈസാണ്. നമ്മുടെ വണ്ടികളിലൊക്കെയുള്ള കാറ്റലിറ്റിക് കൺവേർട്ടറിന് ഏകദേശം തുല്യമായ വർക്കിങ് ഇപ്പോൾ പുതിയ ട്രക്കിലെല്ലാം കാണാം. ഈ ആഡ് ബ്ലൂ എന്ന് പറഞ്ഞ് അതിൻ്റെ സെയിം സാധനമാണ്. ഈ കാണുന്നതെല്ലാം ഓരോ പമ്പുകളാണ്. LT പമ്പ്, HT പമ്പ്, നമ്മുടെ കൂളിങ്ങിന് മെയിൻ എഞ്ചിൻ്റെ കൂളിങ്, ജനറേറ്ററിൻ്റെ കൂളിങ്, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പമ്പുകൾ. ഇത് നമ്മുടെ ഷിപ്പിലെ ഫ്രഷ് വാട്ടർ ജനറേറ്ററാണ്. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഷിപ്പിൽ എങ്ങനെ ഫ്രഷ് വാട്ടറിൻ്റെ കാര്യങ്ങൾ, കുടിക്കുന്ന വെള്ളവും നമ്മൾ കുളിക്കാനും ബാത്റൂമിൽ പോകാനുള്ള വെള്ളമൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഫ്രഷ് വാട്ടർ ജനറേറ്റർ. ഇത് നമ്മൾ നോർമൽ ഡിസ്റ്റിലേഷൻ തന്നെയാണ് ഇതിനകത്ത് നടക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഈ ചേമ്പറിനകത്ത് നമ്മൾ വാക്വം ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചതുപോലെ വാക്വം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് കുറഞ്ഞു പോകും. അപ്പം കുറഞ്ഞ ബോയിലിംഗ് പോയിൻറ്റിൽ തന്നെ നമുക്ക് വാട്ടർ ഇവാപ്പറേറ്റ് ആയി അതിനെ പിന്നെ കണ്ടൻസ് ചെയ്ത് നമ്മൾ ഫ്രഷ് വാട്ടറായിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൊസീജിയറെല്ലാം കൊടുത്തിട്ടുണ്ട്. സാധാരണ ഓപ്പറേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഫോർത്ത് എഞ്ചിനീയർ അല്ലെങ്കിൽ ഡ്യൂട്ടി എഞ്ചിനീയർ ആരാണോ ആളായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ മെയിൻ എഞ്ചിൻ്റെ ഒരു പാർട്ടാണ്. സ്കാവഞ്ച് മാനിഫോൾഡ് എന്ന് പറയും. ഇത് ഷിപ്പിനെ ഹൾ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ICP യൂണിറ്റ്, ഇൻഗ്രസ്ഡ് കറൻറ്റ് കാത്തോട്ടിക് പ്രൊട്ടക്ഷൻ. ഇത് നമ്മുടെ ഷിപ്പ് എപ്പോഴും സീ വാട്ടർ കിടക്കുമ്പം അതിൻ്റെ ഹൾ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള, ഇതിന് ഓയിൽ വാട്ടർ സെപ്പറേറ്റർ എന്ന് പറയും. ഇത് നമ്മുടെ ഷിപ്പിലെ എഞ്ചിൻ റൂമിൽ എന്തെങ്കിലും ആവശ്യമൊക്കെ ആയിട്ട് വരുന്ന ബിൽജസിൽ പോകുന്ന വെള്ളം നമ്മൾ കടലിലേക്ക് ഡയറക്റ്റ് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഓയിൽ കണ്ടൻറ്റ് എല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ ഓയിൽ കണ്ടൻറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് ഫ്രഷ് വാട്ടർ പോലെ ആക്കിയിട്ട് കടലിലേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് 15 BPM ഓയിൽ വാട്ടർ സെപ്പറേറ്ററാണ്. അതായത് ഒരു 10 ലക്ഷം പാർട്ട് എടുത്താൽ അതിനകത്ത് 15 പാർട്ട് മാത്രമേ ഓയിൽ കണ്ടൻറ്റ് ഉണ്ടാവുള്ളൂ. ഈ കാണുന്നതാണ് ബെല്ലാസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം. നമ്മുടെ ഷിപ്പിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമ്മൾ ഷിപ്പിൻ്റെ സൈഡിലെല്ലാം ടാങ്ക്സിൽ വാട്ടർ ഫില്ല് ചെയ്ത് വെക്കും എപ്പോഴും അൺലോഡഡ് കണ്ടീഷനിൽ. അതിനിപ്പം പുതിയ റെഗുലേഷൻ വെച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ കൂടെ ട്രീറ്റ് ചെയ്ത വെള്ളം മാത്രമാണ് എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഷിപ്പിലെ എയർ കംപ്രസറാണ്. നമ്മുടെ ഷിപ്പിൽ ഒരുപാട് ആവശ്യങ്ങൾക്ക് കംപ്രസ്ഡ് എയർ വേണം. നമ്മുടെ മെയിൻ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ, ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ, അതുപോലെ എല്ലാ ന്യൂമാറ്റിക് കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യാനായിട്ട് കംപ്രസ്ഡ് എയർ വേണം. നമ്മുടെ മെയിൻ കംപ്രസറാണ് ആദ്യം രണ്ടെണ്ണം ഇരിക്കുന്നത്. പിന്നെ ഇരിക്കുന്നത് എമർജൻസി എയർ കംപ്രസർ. ഈ മെയിൻ എയർ കംപ്രസർ നമുക്ക് ഷിപ്പിൽ വരുന്നത് 30 ബാർ പ്രഷറാണ്. ഈ 30 ബാറിലുള്ള പ്രഷറിലുള്ള എയർ നമ്മുടെ ഈ എയർ ബോട്ടിൽസിലേക്ക് ഫില്ല് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ഡയറക്റ്റ് സ്റ്റാർട്ടിങ് എയർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകും. പിന്നെ കൺട്രോൾ എയർ എല്ലാം ഇതിൽ നിന്ന് പ്രഷർ റിഡക്ഷൻ വാൽവ് വെച്ച് 7 ബാർ പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് എഞ്ചിൻ റൂമിനകത്തുള്ള വാട്ടർ മിസ്റ്റ് ലോക്കൽ പമ്പിൻ്റെ സ്റ്റാർട്ടർ പാനലാണ്. ഹൈപ്പർ മിസ്റ്റ് സിസ്റ്റം, ഫയർ ഫൈറ്റിംഗ് സിസ്റ്റമാണ്. ഇത് വേറൊരു കംപ്രസറാണ്, സർവീസ് എയർ കംപ്രസർ. ഇതൊരു എയർ കംപ്രസർ തന്നെ നമ്മുടെ എഞ്ചിൻ റൂമിൽ ബാക്കി വർക്കിൻ്റെ സമയത്തൊക്കെ എയർ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള എയർ കംപ്രസറാണ്. കൺട്രോൾ എയർ ഡ്രയർ. ഇത് നേരത്തെ കണ്ട SCR എന്ന് പറഞ്ഞ നോയ്സ് റിഡക്ഷന് വേണ്ടിയുള്ള എക്വിപ്മെൻറ്റിൻ്റെ കൺട്രോൾ പാനലും കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ മെയിൻ എഞ്ചിൻ്റെ നടുക്കത്തെ പോർഷനാണ്, അണ്ടർ പിസ്റ്റൺ പോർഷൻ എന്ന് പറയും. ഈ ഏരിയയിലാണ് ഇടയ്ക്ക് നമ്മൾ ഇൻസ്പെക്ഷന് വേണ്ടിയുള്ള ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലേക്ക് പോന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കൺട്രോൾ എയറിൻ്റെ സെക്ഷൻസ്, കൺട്രോൾ എയറിന് വേണ്ടിയുള്ള വാൽവുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ME എഞ്ചിൻ്റെ കൺട്രോളിന് വേണ്ടിയുള്ള MPC എന്ന് പറയും, മൾട്ടിപ്പർപ്പസ് കാർഡുകൾ. അത് ഈ ക്യാബിനകത്താണ് വരുന്നത്. നമ്മുടെ ഷിപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന 3 ലൊക്കേഷൻസാണ്. ഒന്ന് എഞ്ചിൻ കൺട്രോൾ റൂം, ബ്രിഡ്ജ്. പിന്നെ ഈ രണ്ടും വർക്ക് ചെയ്തില്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് ഇവിടെ നിന്നും വർക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ലോക്കൽ മാനുവലിംഗ് സ്റ്റേഷൻ എന്ന് പറയും. അവിടെയും കുറേ ഗേജസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ പാനലിനകത്ത് നമ്മൾ നേരത്തെ എഞ്ചിൻ റൂമിലെ ടെലിഗ്രാഫി കണ്ടതുപോലെ തന്നെ ഓരോ സ്പീഡുകളുടെ എല്ലാം മാർക്കിങ്ങുണ്ട്. നാവ് ഫുള്ള്, ഹാഫ്, സ്ലോയ്, ഡെഡ് സ്ലോയ്. അതനുസരിച്ച് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാം. ഈ ഹെഡ് അസ്റ്റേന്ന് കൊടുത്തിരിക്കുന്നത് ഫ്യൂവലിൻ്റെ കൺട്രോൾ നോബാണ്.
ഇവിടെ നമുക്ക് RPM ഇൻഡിക്കേഷൻ എല്ലാം കാണാൻ പറ്റും. ഇതെല്ലാം ന്യൂമാറ്റിക് കൺട്രോൾ സിസ്റ്റത്തിന് വേണ്ടിയുള്ള വാൽവുകളും സോളിനോയിഡുകളും ഒക്കെയാണ്. പിന്നെ നമ്മൾ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മെയിൻ എഞ്ചിൻ്റെ 2 ഓക്സിലറി ബ്ലോവേഴ്സ് കാണാം. ഈ ഓക്സിലറി ബ്ലോവേഴ്സ് നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടർബോ ചാർജറിന് എക്സോസ്റ്റ് പ്രഷർ കുറവായതുകൊണ്ട് അത്ര എയർ സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ ബ്ലോവർ വെച്ച് എയർ സപ്ലൈ ചെയ്ത് കൊടുക്കും. നമ്മുടെ മെയിൻ എഞ്ചിൻ്റെ കമ്പസ്റ്റിന് ആവശ്യമായ എയർ അത് നടക്കുന്നത് ഈ 2 ഓക്സിലറി ബ്ലോവർ വെച്ചാണ്. നമ്മൾ താഴേക്ക് പോയാൽ ഇത് ലോവർ പ്ലാറ്റ്ഫോം. നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് 2 പമ്പുകളാണ്. ഒന്ന് ഫയർ പമ്പ്, ഒന്ന് ഫയർ ആൻഡ് ബ്രീച്ച് പമ്പ്. നമ്മൾ ഫയർ പമ്പ് നമ്മുടെ ഫയർ ഫൈറ്റിങ്ങിന് യൂസ് ചെയ്യും. പിന്നെ ജനറൽ സർവീസായിട്ട് നമുക്ക് സീ വാട്ടർ വേറെ ഡെക്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഡെക്ക് വാഷിങ്, കാറോ ഹോൾഡ് വാഷിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ GS പമ്പിൽ നിന്നാണ് നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നത്. ഇത് ബെല്ലാസ് പമ്പ്. നേരത്തെ പറഞ്ഞ പോലെ ഷിപ്പിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമ്മൾ എപ്പോഴും വെള്ളം നിറച്ച് വെക്കും, സെറ്റിനെപ്പോഴും ഡ്രാഫ്റ്റ് കിട്ടാൻ വേണ്ടി. ഇത് മെയിൻ എഞ്ചിൻ്റെ ഏറ്റവും താഴത്തെ പോർഷൻ. ക്രാങ്ക് കേസ് 6 യൂണിറ്റ് ഉള്ളതുകൊണ്ട് 6 ഡോറുകൾ കാണാം. 6 ഡോർ നമുക്ക് ഓപ്പൺ ചെയ്ത് ക്രാങ്ക് കേസ് ഇൻസ്പെക്ഷന് കാര്യങ്ങളെല്ലാം നടക്കുന്നു. ഈ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നോക്കിയാണ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഡിഫ്ലക്ഷന് കാര്യങ്ങളെല്ലാം നമ്മളെടുക്കും. ഈ കാണുന്നതാണ് ഷിപ്പിൻ്റെ ഹൈഡ്രോളിക് പവർ പാക്കിൻ്റെ കവറ കാണുന്നത്. അതിനകത്ത് പമ്പിരിപ്പുണ്ട്. പണ്ടിപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, അത് ഓപ്പൺ ചെയ്ത് നോക്കണം. നമ്മുടെ മെയിൻ എഞ്ചിൻ്റെ ഫ്ലൈ വീലാണ്. നമ്മുടെ സാധാരണ വണ്ടിക്കുള്ളതുപോലെ തന്നെ ഫ്ലൈ വീല് സെയിം പർപ്പസാണ് നമ്മുടെ ഷിപ്പിലെ എഞ്ചിന് ഉപയോഗിക്കുന്നത്. എനർജി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഓരോ സ്ട്രോക്കിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് കാരണം ആ കണ്ടിന്യൂസ് റൊട്ടേഷൻ കിട്ടാൻ വേണ്ടി. ഇത് നമ്മുടെ മെയിൻ എഞ്ചിൻ്റെ ലൂബ് ഓയിൽ പമ്പാണ്. ഈ 2 പമ്പിൽ ഒരു പമ്പായിരിക്കും കണ്ടിന്യൂസ് എപ്പോഴും വർക്ക് ചെയ്യുക. അത് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. മന്ത്ലി സെക്കൻഡ് ഇഞ്ചിനീയർ അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ മെയിൻ എഞ്ചിനിൽ നിന്ന് ഡയറക്റ്റ് കണക്റ്റഡ് ആയിട്ടുള്ള പ്രൊപ്പല്ലർ ഷാഫ്റ്റാണ് ഈ പോകുന്നത്. അത് ഡയറക്റ്റ് പോയി പ്രൊപ്പല്ലറിലേക്കാണ് പോകുന്നത്. നമുക്ക് ഇതിനിടയ്ക്ക് ഗിയർ ബോക്സോ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ എഞ്ചിൻ എത്ര RPMനാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ സ്പീഡിൽ തന്നെയായിരിക്കും നമ്മുടെ ഷിപ്പിൻ്റെ പ്രൊപ്പല്ലർ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഷിപ്പിന് വരുന്നത് ഫിക്സഡ് ട്വിച്ച് പ്രൊപ്പല്ലറാണ്. അതിന് ഇടയിൽ സ്പീഡ് കൺട്രോളോ വേറെ ഒന്നുമില്ല. എഞ്ചിൻ്റെ RPM അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമാണ് സ്പീഡ് കൺട്രോളും അതുപോലെ തന്നെ ഷിപ്പ് പുറകോട്ട് പോകാനുള്ളതെല്ലാം. ഇത് ഹൈഡ്രോളിക് പവർ പാക്കിൻ്റെ ഒരു 2 പമ്പുകളാണ്. എഞ്ചിനായതുകൊണ്ട് ഹൈഡ്രോളിക് പവർ വേണം ഇതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ടർ, ഫ്യൂൽ പമ്പെല്ലാം വർക്ക് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയുള്ള പവർ പാക്കാണ് കാണുന്നത്. ഇത് ക്രാങ്ക് കേസിൻ്റെ റിലീഫ് ഡോറുകളാണ്. ക്രാങ്ക് കേസിൽ എന്തെങ്കിലും എക്സ്പ്ലോഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഡോറുകളെല്ലാം ഓപ്പണായി പോവും. മുകളിൽ കാണുന്നത് സ്കാവഞ്ച് സ്പേസ് എന്ന് പറയും. നേരത്തെ കണ്ട ഓക്സിലറി ബ്ലോവർ ഡയറക്റ്റായിട്ട് എയർ സപ്ലൈ ചെയ്യുന്നത് അങ്ങോട്ടാണ്. ഇത് നമ്മുടെ ഷിപ്പിലെ സ്ക്രബ്ബറിൻ്റെ പമ്പാണ്. ഇതാണ് ഷിപ്പിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലിയ പമ്പ് ഇരിക്കുന്നതിൽ. സ്ക്രബ്ബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ EGCS എന്ന് നമ്മൾ പറയും, എക്സോസ്റ്റ് ഗ്യാസ് ക്ലീനിങ് സിസ്റ്റം. ഷിപ്പിലെ എമിഷനിൽ നിന്ന് പോകുന്ന SO2 CO2 ലെവല് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ഷിപ്പിൽ ബാക്കി കൂളിംഗ് ആവശ്യങ്ങൾക്കെല്ലാം പോകുന്ന സീ വാട്ടറിന് വേണ്ടിയുള്ള പമ്പാണ്. സീ വാട്ടർ പമ്പുകൾ 3 പമ്പുണ്ട്. അതും അറ്റ് എ ടൈം ഒരു പമ്പാണ് വർക്ക് ചെയ്യുക. നമ്മുടെ ഷിപ്പിൽ മെയിൻ എഞ്ചിൻ ഒഴിവാക്കി ഒരുമാതിരിപ്പെട്ട എല്ലാ മെഷീനറിക്കും സ്റ്റാൻഡേർഡ് മെഷീനറി ഉണ്ടാവും. ഇത് സീ ചെസ്റ്റ് എന്ന് ഞങ്ങൾ പറയും. സീ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സീ വാട്ടർ സക്ഷൻ എടുക്കുന്നത് ഈ സീ ചെസ്റ്റിൽ നിന്നാണ്. നമ്മുടെ ബോട്ടം പ്ലാറ്റ്ഫോമിൽ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. ഇത് നമ്മുടെ പ്യൂരിഫയർ റൂം. അത് ഏറ്റവും മുകളിലെ പ്ലാറ്റ്ഫോമിലായിരുന്നു. ആദ്യം ഞാൻ വിട്ടുപോയി. നമ്മുടെ പ്യൂരിഫയർ റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിപ്പിൽ വരുന്ന ഫ്യൂവലിന് ഹെവി ഫ്യൂൽ ഓയിലാണ്. അതിലൊരുപാട് ഇമ്പ്യൂരിറ്റീസും എല്ലാം ഉണ്ടാവും. അത് നമ്മൾ പ്യൂരിഫൈ ചെയ്താണ് ഷിപ്പിൽ യൂസ് ചെയ്യുക. അല്ലാണ്ട് ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയുള്ള എക്യുപ്മെൻ്റാണ് ഇത്. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഒരു ഗ്രാവിറ്റി ഡിസ്കുകളാണ്. അത് ഹൈ RPM റൊട്ടേറ്റ് ചെയ്താണ് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. നമ്മുടെ 4th എഞ്ചിനീയർ ഇവിടെ ചെറിയ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. ചെറിയ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ലൂബ് ഓയിലിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങൾ. നമുക്ക് ലൂബ് ഓയിലിനും പ്യൂരിഫയർ ഉണ്ട്, ഫ്യൂൽ ഓയിലിനും പ്യൂരിഫയർ ഉണ്ട്. അതാണ് ടോട്ടൽ 4 പ്യൂരിഫയർ. 4th എഞ്ചിനീയർ ഫിലിപ്പിനോക്കാരനാണ്. ആൾ നല്ല ഹാപ്പിയാണ്. ഇത് നമ്മുടെ ഷിപ്പിലെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് പറയും.
നമ്മുടെ ടോയ്ലറ്റ് വേസ്റ്റ് കാര്യങ്ങളെല്ലാം ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ വന്ന് ട്രീറ്റ് ചെയ്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ കടലിലേക്ക് വിടുന്നത്. അത് ഓൾമോസ്റ്റ് ഫ്രഷ് വാട്ടർ പോലെ തന്നെ ഇരിക്കും. നമ്മുടെ ഷിപ്പിലെ ഫ്യൂവൽ ബൂസ്റ്റർ യൂണിറ്റ് എന്ന് പറയുന്ന പോർഷനാണിത്. ഇതിൽ നിന്നാണ് നമ്മുടെ മെയിൻ എഞ്ചിന് ജനറേറ്ററിന് എല്ലാം ഫ്യൂവൽ സപ്ലൈ പോകുന്നത്. ഫ്യൂവലിൻ്റെ വിസ്കോസിറ്റി, ടെമ്പറേച്ചർ എല്ലാം കൺട്രോൾ ചെയ്ത് ലാസ്റ്റ് സ്റ്റേജ് ഫിൽട്രേഷനും കഴിഞ്ഞ് ഫ്യൂവൽ എഞ്ചിനുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ഈ യൂണിറ്റിൽ നിന്നാണ് ആവശ്യമുള്ള പ്രഷറിൽ. ഇത്രയൊക്കെയാണ് നമ്മുടെ ഷിപ്പിൽ എഞ്ചിൻ റൂമിലുള്ള മെയിൻ മെഷീനറീസ്. ഇതുപോലെ ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.